വെൽക്കം ടു എഡ്ജി വാലറ്റ്. ആദ്യം തന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. +2 പബ്ലിക് എക്സാം, ഫസ്റ്റ് എക്സാമാണ് ഫിസിക്സ്. അപ്പോൾ എല്ലാവരും കുറച്ച് നേരത്തെ സ്കൂളിലൊക്കെ എത്തുക, ലേറ്റ് ആവരുത്, ഹോൾ ടിക്കറ്റൊക്കെ എടുക്കുക. സോ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സോ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻസും ഡെറിവേഷൻസും ന്യൂമറിക്കൽസും ഈസി ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. 4 ചാപ്റ്റേഴ്സ് വരും. ആറ്റംസ്, ന്യൂക്ലി, ഡുവൽ നേച്ചർ ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഈ 4 പാഠങ്ങളും പല കുട്ടികളും വെയിറ്റേജ് ഇല്ല എന്ന് പറഞ്ഞ് വിട്ട് കളയേണ്ട. 3 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഈ 4 പാഠത്തിനുള്ളത്. സോ നമുക്ക് ഈ 4 പാഠത്തിൽ നിന്ന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട്. അപ്പോൾ ഇതൊന്നും വിട്ട് കളയേണ്ട. ജസ്റ്റ് ഒന്ന് കൂളായി ഒരു കുറച്ച് നേരം നിങ്ങളൊന്ന് ഇരുന്ന് സമാധാനമായിട്ട് ഞാൻ പറയുന്നതൊന്ന് കേട്ടിരിക്കുക, ഒന്ന് റിവൈസ് ചെയ്യുക. പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കും പഠിക്കാത്തവർക്കും ഒക്കെ ഒന്ന് ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. കൃത്യമായിട്ട് പഠിച്ചോളൂ, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ടൊന്ന് കണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് പരീക്ഷ ചെയ്ത് അടിപൊളിയായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഫോണിലാണ് ചോദ്യം കാണിക്കുന്നത്. ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഇത് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. ദ എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ന്യൂക്ലിയോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഇസ് ബൈൻഡിങ് എനർജി. ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് ന്യൂക്ലിയോൺസുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ട എനർജിയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാസ് ഡിഫക്റ്റ്? എന്താണ് മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ΔM ആണ്. ഡിഫറൻസ് ഇൻ മാസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ടോട്ടൽ മാസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയസിൻ്റെ മാസും ന്യൂക്ലിയോൺസിൻ്റെ ടോട്ടൽ മാസും രണ്ടാണ് കേട്ടോ. ന്യൂക്ലിയസും ന്യൂക്ലിയോൺസും രണ്ടിൻ്റെയും മാസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. ZMP + A - ZMN - ക്യാപിറ്റൽ ലെറ്റർ M. ഇതാണ് ഇക്വേഷൻ. അതിൽ Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ്. പ്രോട്ടോൺസിൻ്റെ എണ്ണം ഇൻറ്റു പ്രോട്ടോൺസിൻ്റെ മാസ്. ഇനി A - Z എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസിൻ്റെ എണ്ണമാണ്. ന്യൂട്രോൺസിൻ്റെ എണ്ണം ഇൻറ്റു ന്യൂട്രോൺസിൻ്റെ മാസ് മൈനസ് ക്യാപിറ്റൽ ലെറ്റർ M. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ബൈൻഡിങ് എനർജി ഇൻ ടേംസ് ഓഫ് മാസ് ഡിഫക്റ്റ്. 1 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യനാണ്. 3 മാർക്കിനാണ് ന്യൂക്ലി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ എഴുതാൻ ഇൻ ടേംസ് ഓഫ് മാസ് ഡിഫക്റ്റ്. മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ΔM ആണ് കേട്ടോ മാസ് ഡിഫക്റ്റ്. സോ ഈ മാസ് ഡിഫക്റ്റിൻ്റെ ബേസിലെ ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ എന്താ? ബൈൻഡിങ് എനർജി EB എന്ന് പറയും കേട്ടോ. ബൈൻഡിങ് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു ΔMc². അപ്പോൾ ΔM ഇവിടെ ഇതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് ഇതേ ഇൻറ്റു ഒരു C² കൊടുത്താൽ അതെന്തായി? ബൈൻഡിങ് എനർജിയായി. EB ബൈൻഡിങ് എനർജിയായി. സോ എന്താണ് ബൈൻഡിങ് എനർജി? വിച്ച് ബൈൻഡ് ദ ന്യൂക്ലിയോൺസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയോൺസുകൾ പിടിച്ച് നിർത്തുന്ന, ബൈൻഡ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ വേണ്ട എനർജിയാണ് ബൈൻഡിങ് എനർജി. സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ന്യൂക്ലിയസ് ഹാസ് മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ? മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആർക്കാണുള്ളത്? Fe അയോണിനാണുള്ളത്. മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് വന്ന ചോദ്യ പേപ്പറിൽ ഈ പാഠങ്ങളിലത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ എല്ലാവരും. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് 2 ന്യൂക്ലി? കണ്ടുപിടിക്കേണ്ടത് 2 ന്യൂക്ലിയസ്. 2 ന്യൂക്ലിയസിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോ ഇഫ് ദെയർ മാസ് നമ്പർ ആർ ഇൻ ദ റേഷ്യോ 8:27. ഇതൊക്കെ എളുപ്പമാണ് ആക്ച്വലി. എന്തിവിടെ വന്നിട്ടുള്ളത്? മാസ് നമ്പറിൻ്റെ റേഷ്യോ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ചോദ്യത്തിലുള്ളത് മാസ് നമ്പറിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. മാസ് നമ്പറിൻ്റെ റേഷ്യോ 8:27. അങ്ങനെയാണെങ്കിൽ ഇവരെ റേഡിയസിൻ്റെ റേഷ്യോ എന്താണെന്നാണ് ചോദ്യം. റേഡിയസിൻ്റെ റേഷ്യോ എന്താണ്? അപ്പോൾ നമ്മൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ A1 ആണ്. 2 ആൾക്കാരുണ്ട് കേട്ടോ. 2 ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തേൻ്റെ മാസ് നമ്പർ രണ്ടാമത്തേൻ്റെ. അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ A1:A2 ആണ്. അപ്പോൾ ഇത് തന്നിട്ടുള്ളതിനെ ഡിവിഷനായിട്ട് എഴുതാം. A1/A2 = 8/27. ഇത് മാസ് നമ്പർ ആണ്, ഒന്നാമത്തെ ആളുടെ ബൈ രണ്ടാമത്തെ ആളുടെ. ഇനി നമുക്കിവിടെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? എപ്പോഴും ഒരു ന്യൂക്ലിയസിൻ്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ R0 അല്ലെങ്കിൽ R0 × A⁻⁴ ആണ്.
അപ്പോൾ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആൾ എഴുതി വയ്ക്കുക. R1 = R0 A1 raised to 1/3, R2 എന്ന് പറഞ്ഞാൽ R0 A2 raised to 1/3. രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാൻ നമുക്ക് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്, റേഡിയസിൻ്റെ റേഷ്യോ. അപ്പോൾ R1 R2 കൂടി ഡിവൈഡ് ചെയ്യുക, ഈ രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുക, ഈ രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിൽ R0 ക്യാൻസൽ ചെയ്തു. A1 A2 തന്നിട്ടുണ്ട്. A1 A2 എന്താ 8/27, അതിട്ട് കൊടുക്കാം. രണ്ടിനും 1/3 കോമൺ ആയിട്ടുണ്ട്. സോ 8/27 raised to 1/3 എന്ന് ഇടാം. സോ റേഡിയസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ആരാണ്? 8/27 raised to 1/3. അതായത് 8 raised to 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 8. 8ൻ്റെ ക്യൂബ് റൂട്ട് 2, 27ൻ്റെ ക്യൂബ് റൂട്ട് 3. അതായത് 2 × 2 × 2 ആണ് 8, 3 × 3 × 3 ആണ് 27. അതാണ് സംഭവം. അപ്പോൾ 8 raised to 1/3 എന്നൊക്കെ പറഞ്ഞാൽ 2 ആണ്. 27 raised to 1/3 എന്ന് പറഞ്ഞാൽ അത് 3 ആണ്. 3നെ 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുമ്പോഴാണ്, ഇവിടെ 1/2 എന്നല്ല 1/3 എന്നാണ്, 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യണം കേട്ടോ. സോ 2 × 2 × 2 ചെയ്യുമ്പോഴാണ് 8 വരിക. സോ 8 raised to 1/3 എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. 27 raised to 1/3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ റേഡിയസിൻ്റെ റേഷ്യോ എന്താ? 2:3. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ശ്രദ്ധിക്കുക, ഇവിടുത്തെ ചോദ്യം ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി ഈസ് റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ്. അതായത് ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജി എന്തെന്ന് പറയാം നമ്മൾ? ആ എനർജീനെ ഏതെങ്കിലും ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പിടിച്ച് റിമൂവ് ചെയ്യണമെങ്കിൽ വേണ്ട എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ, അത് ഡെഫിനേഷൻ പഠിച്ചോളൂ കേട്ടോ. മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ്. മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ, പുറത്തേക്ക് റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിനെ വിളിക്കുന്ന പേര് വർക്ക് ഫംഗ്ഷൻ. രണ്ടാമത്തെ നമുക്ക് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി, ഇവിടെ നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും Hν എന്ന് പറഞ്ഞ എനർജി ഒരു മെറ്റലിന് കിട്ടി. എന്ത് എനർജിയാണ് കിട്ടിയത്? Hν. അതത് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ഇലക്ട്രോണിനെ പിടിച്ച് റിമൂവ് ചെയ്യാൻ വേണ്ടി, വർക്ക് ഫംഗ്ഷൻ. മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ. ഒരു മെറ്റലിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാണ്ട് വർക്ക്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ പിടിച്ച് പുറത്തേക്ക് ഇടാൻ നമ്മളതിനൊന്ന് ഉപയോഗിക്കും. രണ്ടാമത്തെ എന്ത് ചെയ്യും? ആ പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിക്ക് നമ്മൾ ഉപയോഗിക്കും. സോ Hν = 5 + ½ mv². അപ്പോൾ ഏതൊരു മെറ്റലിലേക്കും വരുന്ന Hν എന്ന് പറഞ്ഞ എനർജി രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഒന്ന് പിടിച്ച് പുറത്തേക്ക് ഇടാൻ വേണ്ടി, അതിൻ്റെ വർക്കിന് വേണ്ടി. രണ്ടാ പുറത്തേക്ക് പോകുന്ന ആൾക്ക് കൈനറ്റിക് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടും. ഇതിൽ നമുക്ക് ½ mv² എന്ത് കിട്ടും? ½ mv² = Hν - 5 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊന്നും കൂടെ മാർക്ക് ചെയ്ത് വെച്ചോ. ഇതൊന്നും ആദ്യം എഴുതുന്നുണ്ട്. ½ mv² എന്താ കിട്ടിയതിപ്പോൾ? Hν - 5 എന്ന് കിട്ടി. ഇത് നമ്മൾ ഈ വന്നത് Hν അല്ല, Hν0 വന്നതെന്ന് വിചാരിക്കുക. കറക്റ്റ് ഫ്രീക്വൻസി, ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും ν0നെ. അപ്പോൾ കൂടുതൽ എക്സ്ട്രാ ഒന്നും വന്നില്ല, കറക്റ്റ് ഫ്രീക്വൻസിയേ വന്നുള്ളൂ. ഒരു ഇലക്ട്രോണിനെ പിടിച്ച് പുറത്തേക്ക് ഇടാനുള്ള എനർജി മാത്രമേ വന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ Hν മാത്രമേ വന്നുള്ളൂ എന്നുണ്ടെങ്കിൽ Hν പകരം Hν0. ഓക്കെ, Hν വന്നില്ല. Hν വന്നാൽ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അതിന് പകരം Hν0 വന്നെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർക്ക് ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ കൈനറ്റിക് എനർജി ഒന്നും ഉണ്ടായിരിക്കില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ Hν0 വന്നെന്നുണ്ടെങ്കിൽ അവിടെ 5 മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 5യുടെ ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ബോക്സ് നോക്കുക, ഇവിടെ നമുക്ക് ഇങ്ങനെ, ഇവിടെ നമുക്ക് ഇങ്ങനെ. അപ്പോൾ ഈ വർക്ക് ഫംഗ്ഷൻ നമുക്ക് ഇവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാം. ഇവിടെ ആരാ ഉള്ളത്? Hν - 5 = ½ mv² എന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിത് 5 എന്ന് പറഞ്ഞാൽ ആരാ? Hν0. അത് നമുക്ക് ഇട്ട് കൊടുക്കാം 5യുടെ അവിടെ. സോ Hν - Hν0 = ½ mv². H പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ ν - ν0 = ½ mv². ഇതാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂന് പകരം ന്യൂ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ന്യൂ എന്ന് പറഞ്ഞത് c/λ ആണ്. c/λ0, ν0 എന്ന് പറഞ്ഞാൽ c/λ0 = ½ mv² എഴുതാം. c വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1/λ - 1/λ0 = ½ mv². ഇതാണ്
ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അപ്പോൾ ആദ്യം Hnu വന്നാൽ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. വർക്ക് ചെയ്യാനും എനർജി ഉപയോഗിച്ച് ഇലക്ട്രോണിനെ പുറത്തേക്ക് ഇടാനും കൈനറ്റിക് എനർജിക്കും. അതായത് കൈനറ്റിക് എനർജി കണ്ടു. ഇനി H0 വന്നു എന്നുണ്ടെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവില്ല, വെറും വർക്ക് മാത്രമേ ചെയ്യുള്ളൂ. ഈ വർക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്തായി, ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ചോദ്യം നോക്കിക്കോളൂ. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ മാസ് ആൻഡ് എനർജി ആർ ഇൻകൺവേർട്ടബിൾ. കാൽക്കുലേറ്റ് ദ എനർജി ഈക്വാലൻ ടു 1 gram ഓഫ് സബ്സ്റ്റൻസ്. 1 gram സബ്സ്റ്റൻസ് എടുത്താൽ അതിൻ്റെ എനർജി എന്താണ്? അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ മാസ് ഡിഫക്റ്റ് ആൻഡ് ബൈൻഡിങ് എനർജി. അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. മാസ് ഡിഫക്റ്റും ബൈൻഡിങ് എനർജി തമ്മിലുള്ള ബന്ധം എന്താണ്? ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ Δm/c² ആണ്. മാസ് ഡിഫക്റ്റ് ഇൻറ്റു c² ആണ്. നേരത്തെ പറഞ്ഞതാണ് കേട്ടോ. ബി ക്വസ്റ്റ്യൻ നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഡിഫക്റ്റ് ഇൻറ്റു c² ആണ്. സോ ദിസ് ഇസ് റിലേഷൻ ബിറ്റ്വീൻ ബൈൻഡിങ് എനർജി ആൻഡ് മാസ് ഡിഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എനർജി ഈക്വാലൻ ടു 1 gram. അപ്പോൾ ഇവിടെ 1 gram എന്നാണ് തന്നിട്ടുള്ളത്. 1 gram സബ്സ്റ്റൻറ്റിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ 2 മാർക്കാണ് ഈ ചോദ്യത്തിന്. എനർജി ഇക്വേഷൻ mc² ആണ്. മാസ് 1 gram ആണ്. അതിന് കിലോഗ്രാമിലേക്ക് ആക്കുമ്പോൾ ഇൻറ്റു 10⁻⁻3. അപ്പോൾ എമ്മിൻ്റെ അവിടെ 1 × 10⁻⁻3. അപ്പോൾ ഇതാണ് മാസ് കേട്ടോ. 1 gram എന്നാണ്, അത് കിലോഗ്രാമിലേക്ക് ആക്കണം. അതിട്ട് കൊടുത്തു. സി എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ്. ബൈ ഹാർട്ട് പഠിച്ചോളൂ. 3 × 10⁸. എന്നിട്ട് അതിനൊരു സ്ക്വയർ കൊടുത്താൽ നമുക്കിതിൻ്റെ ആൻസർ ഇങ്ങനെ കിട്ടും. 9 × 10⁻13 ജൂൾ എനർജി ഈക്വാലൻ്റ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു നമുക്കിനി നേരെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം. എ ന്യൂക്ലിയസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺ. ഡിഫൈൻ മാസ് ഡിഫക്റ്റ്. റൈറ്റ് ഇക്വേഷൻ ഫോർ മാസ് ഡിഫക്റ്റ്. നേരത്തെ പറഞ്ഞതാണ് മാസ് ഡിഫക്റ്റ് എന്താണെന്നുള്ളത്. മാസ് ഡിഫക്റ്റിൻ്റെ ഇക്വേഷൻ എഴുതാം. ന്യൂക്ലിയർ പ്രോസസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഉള്ളിൽ ഏത് പ്രോസസ്സാണ്? ന്യൂക്ലിയർ ഫിഷനാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക്. മാസ് ഡിഫക്റ്റ് എന്താണെന്നും ഇക്വേഷൻ എഴുതിയാൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇസ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം സർട്ടൻ മെറ്റൽ സർഫസ് വെൻ ദേ ആർ എക്സ്പോസ്ഡ് ടു ലൈറ്റ്. ഇത് പഠിച്ചോളൂ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഡിഫൈൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് തന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിൻ്റെ എമിഷനാണ്. എമിഷൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺസ് ഒരു മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് പോവാം. എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം സർട്ടൻ മെറ്റൽ സർഫസ്. എപ്പോൾ? സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുക. എപ്പോൾ? വെൻ എക്സ്പോസ്ഡ് ടു എ ലൈറ്റ്. ഒരു ലൈറ്റ് എക്സ്പോസ് ചെയ്ത് ലൈറ്റ് വന്ന് തട്ടിയാൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് എനി 2 laws ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് പഠിക്കണം. അതിൻ്റെ 2 law എഴുതാനാണ്. 4 അവിടെ കാണിക്കുക, 2 എഴുതിയാൽ മതി. എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് 4 ലോകളുണ്ട്. ഒന്നാമത്തെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ ഗിവൺ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഇസ് പ്രപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. നല്ല ഹൈ ഇൻറ്റൻസിറ്റിയുടെ ലൈറ്റ് വന്നു, നല്ല തീവ്രതയുള്ള ലൈറ്റ് വന്നാൽ ഒരുപാട് ഇലക്ട്രോൺസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യും. സോ ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് എന്ന് എഴുതിയാലും മാർക്കാണ്. ഓക്കെ, ഈ 2 സംഭവങ്ങളാണ് ഓർക്കേണ്ടത്. നല്ല ഇൻറ്റൻസിറ്റി ലൈറ്റ് വന്നാൽ കുറേ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. രണ്ടാമത്തത്, ഇപ്പോൾ നമ്മളൊരു മെറ്റൽ സർഫസ് എടുത്തു, നല്ല ഹൈ ഇൻറ്റൻസിറ്റി വന്നാൽ കുറേ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകും. അതാണ് ഒന്നാമത്തെ ലോ. രണ്ടാമത്തെ ലോ, ഈ പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്ന? ഫ്രീക്വൻസി. അതാണ് രണ്ടാമത്തെ ലോ. എന്താണ്? ദ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി എപ്പോഴാണ് കൂടുക? ഹൈ ഫ്രീക്വൻസി ഉള്ളത് വരണം, അതായത് Hν വരണം, അതായത് ത്രഷോൾഡ് ഫ്രീക്വൻസിനേക്കാൾ കൂടുതൽ വരണം. μ0 എന്ന് പറഞ്ഞാൽ ത്രഷോൾഡാണ്, മിനിമം, അതിനേക്കാൾ കൂടണം. സോ ഫ്രീക്വൻസി കൂടിയാൽ, ഹൈ ഫ്രീക്വൻസി വന്നാൽ ഒരുപാട് എനർജി പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോൺസുകൾക്ക് ഉണ്ടാവും. സോ എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലൈറ്റ് ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നല്ല സ്ട്രോങ് ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് വന്നു, അപ്പോൾ കുറേ ഇലക്ട്രോൺസ് പോവും, പക്ഷെ അവർക്കൊന്നും കൈനറ്റിക് എനർജി കൂടില്ല. അതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇൻറ്റൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? നമ്പറാണ്. കുറേ ഇലക്ട്രോൺസ് പോകണമെങ്കിൽ ഇൻറ്റൻസിറ്റി കൂട്ടുക. ഇനി ഇലക്ട്രോൺസുകളുടെ കൈനറ്റിക് എനർജി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസിയാണ് കൂട്ടേണ്ടത്, ഇൻറ്റൻസിറ്റി അല്ല. ഇൻറ്റൻസിറ്റി ഇൻഡിപെൻഡൻ്റ് ആണ്.
കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ഓൺ ഫ്രീക്വൻസി. ഫ്രീക്വൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. കൈനറ്റിക് എനർജി ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി. കൈനറ്റിക് എനർജിയുടെ ഫ്രണ്ട് ആരാണ്? ഫ്രീക്വൻസി ആണ്, ഇൻറ്റൻസിറ്റി അല്ല. ഓക്കെ, ആ രണ്ടെണ്ണം എഴുതി വയ്ക്കാം. മൂന്നാമത്തേത് എന്താണ് മിനിമം ഫ്രീക്വൻസി? ഒരു മിനിമം ഫ്രീക്വൻസി ഉള്ള ലൈറ്റെങ്കിലും വന്ന് വീഴണം, എങ്കിൽ മാത്രമേ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുള്ളൂ. അപ്പോൾ ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഡസ് നോട്ട് ഒക്കർ ഇഫ് ദ ഫ്രീക്വൻസി ഈസ് ബിലോ എ സർട്ടൻ വാല്യൂ. ഒരു പെർട്ടിക്കുലർ വാല്യൂവിന് കുറഞ്ഞ ഫ്രീക്വൻസി വന്നാൽ ഇത് നടക്കില്ല. So the minimum frequency required to produce photoelectric effect is called threshold frequency. ഇത് പഠിക്കുക. threshold frequency എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം ഫ്രീക്വൻസി. അത്രയെങ്കിലും വേണം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ, കുറച്ച് ഫ്രീക്വൻസി വേണം. ദാറ്റ് മിനിമം ഫ്രീക്വൻസി ടു പ്രൊഡ്യൂസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. നാലാമത്തത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ഫിനോമിനൻ ആണ്. 4 ഉണ്ട്, 2 നിർബന്ധമായിട്ടും പഠിക്കുക. ഇതിൽ ഈ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്താണെന്ന് സെപ്പറേറ്റ് ചോദ്യം ചോദിക്കും. അപ്പോൾ അതിന് ഇത് പഠിച്ചു വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ത്രഷോൾഡ് ഫ്രീക്വൻസി കേട്ടോ. നെക്സ്റ്റ് എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? ദ റീടാർഡിംഗ് പൊട്ടൻഷ്യൽ അറ്റ് വിച്ച് ഫോട്ടോ കറണ്ട് റീച്ചസ് 0. കറണ്ട് 0 ആകുമ്പോൾ ഉള്ള പൊട്ടൻഷ്യലാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ദ റീടാർഡിംഗ് പൊട്ടൻഷ്യൽ ഇങ്ങനെ കുറഞ്ഞു, അതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട് പൊട്ടൻഷ്യലും കറണ്ടും തമ്മിൽ. ഇതാണ് ആനോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ഭാഗം. ഇങ്ങനെ കറണ്ട് ഇങ്ങനെ കൂടി 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 മാക്സിമം കറണ്ടാണ് സാറ്റുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ കറണ്ടും ഇവിടെ ആനോഡ് പൊട്ടൻഷ്യലാണ്, ഇവിടെ റീടാർഡിങ് പൊട്ടൻഷ്യൽ, കുറഞ്ഞു വരുന്ന പൊട്ടൻഷ്യൽ. അപ്പോൾ പൊട്ടൻഷ്യൽ കൂടുന്തോറും കറണ്ട് കൂടി 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 മാക്സിമം എത്തും. അതിനനുസരിച്ച് അതേപോലെ തന്നെ എന്ത് ചെയ്യും? ഇതിങ്ങനെ കുറഞ്ഞ് കറണ്ട് കുറഞ്ഞ് 0യിലേക്ക് എത്തും. സോ കറണ്ട് 0യിലേക്ക് എത്തുമ്പോൾ പൊട്ടൻഷ്യലാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. ഡ്രോ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് ഹാഫ് വേ റെക്ടിഫയർ. ഡുവൽ നേച്ചർ സെമി കണ്ടക്ടർ എന്നുള്ള പാഠത്തിന് ഫുൾ വേ റെക്ടിഫയറും ഹാഫ് വേ റെക്ടിഫയറും നിർബന്ധമായിട്ടും പഠിക്കണം. ഡയഗ്രാം വർക്കിങ്ങും അത് ഞാനിവിടെ പറയുന്നില്ല, അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ ഓൾറെഡി വീഡിയോസൊക്കെ കുറേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ അത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യുക. ഫുൾ വേ റെക്ടിഫയർ എഡ്യൂവാലറ്റ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ താഴെ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കൊടുക്കാം, അതിലുണ്ടാവും അതിൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഹാഫ് വേ റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് വരയ്ക്കാൻ. ഇൻപുട്ട് ചെയ്യുക ഇതാണ്, ഒരു ഹാഫ് വേവ് ആവട്ടെ ഫുൾ വേവ് ആവട്ടെ, ആര് ചോദിച്ചാലും ഹാഫ് വേവ് ഫുൾ വേവ് ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഒരു വേവ് കൊടുക്കും. ഔട്ട്പുട്ട് എന്താ? ഹാഫ് വേ റെക്ടിഫയറിൻ്റെ എങ്ങനെ വരയ്ക്കാം? ഔട്ട്പുട്ട് വോൾട്ടേജ് ഹാഫ് വേവ് ആണ്. ഹാഫ് വേവ് ആണെങ്കിൽ ഈ പോസിറ്റീവിൽ മാത്രമേ ഔട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടാവും, പിന്നെ താഴത്തേക്ക് ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാവും, താഴത്തേക്ക് ഉണ്ടാവില്ല. ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കേട്ടോ, ഹാഫ് വേവ്. ഫുൾ വേവ് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ, ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഇങ്ങനെ വരും. ഓക്കെ, അതാണ് ആ ഒരു ചോദ്യം. ഇതൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ എനർജി ലെവൽ ഡയഗ്രാം ഫോർ ഹൈഡ്രജൻ ആറ്റം, മാർക്ക് ദ ട്രാൻസിഷൻ കറസ്പോണ്ടിങ് ടു ബാൾമർ സീരീസ്. അപ്പോൾ ഇതിൽ നമ്മൾ ന്യൂക്ലിയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, സെമി കണ്ടക്ടർ ഉണ്ട്, ഡുവൽ ഉണ്ട്, ആറ്റംസ് ഉണ്ട്, പല പാഠങ്ങൾ ക്ലബ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാൻ, ബാൾമർ സീരീസും അതെല്ലാം കാണിക്കുന്ന എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാനാണ്. ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം, ഒന്ന് നോക്കിക്കോളൂ എല്ലാവരും. ഇതൊന്ന് നോക്കുക. N1 N2 N3 ഒക്കെ കൊടുക്കുക. ലൈമണ്, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ് ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാണ് അതിൻ്റെ ആൻസർ. 2 മാർക്കാണ് അത് വരച്ച. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ സ്പെക്ട്രൽ സീരീസ് വിച്ച് ലൈസ് ഇൻ ദ അൾട്രാ വയലറ്റ് റീജിയൻ. അൾട്രാ വയലറ്റ് റീജിയൻ ഉള്ളത് ആരാണ്? ലൈമൺ സീരീസ് ആണ് കേട്ടോ. ബാൾമർ സീരീസ് എന്ന് പറയുന്നത് വിസിബിൾ റീജിയനിലാണ് ഉണ്ടാവുക, മറക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ത്രഷോൾഡ് ഫ്രീക്വൻസി? നമ്മൾ നേരത്തെ പഠിച്ചു. ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം ഫ്രീക്വൻസി ടു പ്രൊഡ്യൂസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിത്ത് ഫ്രീക്വൻസി. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രീക്വൻസി കൂടുന്തോറും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എന്താണ്? ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. നേരത്തെ ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചു തന്നില്ലേ, ഇങ്ങനെയുള്ളത്. ഇതെന്താണ്? പൊട്ടൻഷ്യലും കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ് കേട്ടോ. പൊട്ടൻഷ്യൽ കൂടുന്തോറും കറണ്ടും കൂടും, മാക്സിമം ആവും. പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്നാൽ കറണ്ട് കുറഞ്ഞ് ഇവിടെ എത്തും. അപ്പോൾ കറണ്ട് 0 ആകുമ്പോഴുള്ള പൊട്ടൻഷ്യൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ.
അത് കറണ്ടും പൊട്ടൻഷ്യലും തമ്മിലാണ്. ഇവിടെ റീടാർഡിങ് പൊട്ടൻഷ്യൽ, ഇവിടെ എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും. ഇതാണ് ഗ്രാഫ് വരിക. ഒരു മിനിമം ഫ്രീക്വൻസി വേണം എങ്കിലാണ് അതിന് ആ സംഭവം നടക്കുള്ളൂ, ആ മിനിമം ആ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുള്ളൂ. ആ മിനിമം ഫ്രീക്വൻസിയാണ് µ0 ത്രെഷോൾഡ് ഫ്രീക്വൻസി. അവിടെ നിന്നാണ് ഹൈക്ക് ഉണ്ടാവുക. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഇൻറ്റൻസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ബന്ധപ്പെട്ട് പഠിക്കുക. ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്നത് കൂടും. അതേപോലെ ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻറ്റൻസിറ്റി ലൈറ്റ് വന്നാൽ കറണ്ടും കൂടും. അവിടെ ഒരുപാട് കറണ്ട് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഗ്രാഫ് ചോദിച്ചാൽ ഇങ്ങനെ കൊടുക്കുക. കറണ്ടും ഇൻറ്റൻസിറ്റിയും കൂടി ചോദിച്ചാൽ നിങ്ങളിത് ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട്. രണ്ടും പ്രപ്പോർഷനാണ്. രണ്ടാമത്തെ കാര്യം എന്താ, ഫ്രീക്വൻസി കൂടി. ഫ്രീക്വൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്, ഫ്രീക്വൻസി കൂടിയാൽ കൈനറ്റിക് എനർജി കൂടും പുറത്തു പോകുന്ന ഇലക്ട്രോൺസിൻ്റെ. അതുപോലെ ഫ്രീക്വൻസി കൂടിയാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും മാറിക്കൊണ്ടിരിക്കും. ഇതാണ് പഠിക്കേണ്ട. ഇൻറ്റൻസിറ്റി ആരൊക്കെയാണ്, ഫ്രീക്വൻസി ആരൊക്കെയാണെന്നുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഇക്വേഷൻ ഫോർ വേവ് ലെങ്ത് ഓഫ് ഡി ബ്രോഗ്ലി വേവ് അസോസിയേറ്റഡ് വിത്ത് എ മൂവിങ് പാർട്ടിക്കിൾ. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്താ, λ=h/mv, λ=h/p എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. നമ്മളോട് എപ്പോഴെങ്കിലും ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജിയുടെ ഇക്വേഷൻ ചോദിച്ചാൽ ഇതാണ് 13.6/n²eV. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി കേട്ടോ. ഒരു ഹൈഡ്രജൻ ആറ്റം, അതിൽ ഇലക്ട്രോൺ ഉണ്ടാവും. ആ ഇലക്ട്രോണിൻ്റെ എനർജി കാണാൻ ഇക്വേഷൻ ഇതാണ്. വാട്ട് ഇസ് എനർജി റിക്വയർഡ് ടു മേക്ക് ഇലക്ട്രോൺ ഫ്രീ ഫ്രം ഫസ്റ്റ് ഓർബിറ്റ്? അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിന് എനർജി എന്തായിരിക്കും, n-ന് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 13.6/1². 1² എന്ന് പറഞ്ഞാൽ 1 തന്നെ, 13.6 eV ആണ് എനർജി വരിക. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഇനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചാർജ് ആണ്. ഇറ്റ് ഈസ് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ് കേട്ടോ. മനസ്സിലായത് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഹാഫ് ലൈഫ് ഓഫ് റേഡിയോ ആക്റ്റീവ് സാമ്പിൾ. റേഡിയോ ആക്റ്റീവ് സാമ്പിളിലെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, റെഡ്യൂസ് ഹാഫ് ഓഫ് ഇനീഷ്യൽ വാല്യൂ. ഇനീഷ്യൽ വാല്യൂവിനെ നേരെ പകുതിയാക്കാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ്. ഹാഫ് ലൈഫും ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് തമ്മിലുള്ള ഇക്വേഷൻ എന്താ, T12 = 0.693/λ. ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ hν = hν0 + ½mv². യൂസിങ് ദിസ് ഇക്വേഷൻ ഷോ ദാറ്റ്. ഇതാണിപ്പോൾ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇതുപയോഗിച്ച് ഷോ ദാറ്റ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് നോട്ട് പോസിബിൾ ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഇസ് ലെസ് ദാൻ. അതായത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല എപ്പോൾ, ഫ്രീക്വൻസി കുറവാണെങ്കിൽ. നമ്മൾ പറഞ്ഞില്ലേ, വി നീഡ് എ മിനിമം ഫ്രീക്വൻസി, കുറഞ്ഞ ഫ്രീക്വൻസിയിലും വേണം. ആ ഫ്രീക്വൻസിനേക്കാൾ കുറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. അത് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇതിൽ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം, എന്നുള്ളത് µ0 കുറഞ്ഞാൽ ഇത് കൂടണം. ഇത് കൂടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് നടക്കുള്ളൂ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുള്ളൂ. ഇത് കുറഞ്ഞു എന്ന് വിചാരിക്കുക, ഇത് കുറവാണെങ്കിൽ ഇത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് കുറവ്, ഇത് കൂടും. അപ്പം നെഗറ്റീവ് വാല്യൂവും ½mv² വരിക കൈനറ്റിക് എനർജി. അത് പോസിബിൾ അല്ല. സോ ഇഫ് ദ ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി ഇസ് ലെസ് ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി µ0 അതിലും കുറഞ്ഞു വരുന്ന ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ, ഒരു മിനിമം ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി, അതിനും കുറഞ്ഞു എന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവും. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ എമിഷൻ നടക്കില്ല എന്ന് എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ വി നീഡ് എ മിനിമം ഫ്രീക്വൻസി, ത്രെഷോൾഡ് ഫ്രീക്വൻസി, ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഡസ് നോട്ട് ഒക്കർ. വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്വാണ്ടൈസ്ഡ് ഇൻ ബോർ സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റിലെ ഏത് ക്വാണ്ടിറ്റിയാണ് ക്വാണ്ടൈസ്ഡ് ആവുന്നത്, ആംഗുലർ മൊമെൻ്റ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. എനർജി ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ബിറ്റ്വീൻ വാലൻസി ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. വാലൻസി ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ളതാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് എനി വൺ യൂസ് ഓഫ് സെനർ ഡയോഡ്. സെനർ ഡയോഡിൻ്റെ യൂസ് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അടുത്ത ചെറിയൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ വർക്ക് ഫംഗ്ഷൻ ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഫോർ മെറ്റൽ ഗിവൺ ദാറ്റ് ഫോട്ടോ ഇലക്ട്രിക് ത്രെഷോൾഡ് വേവ് ലെങ്ത് ഇസ്. നമുക്കിവിടെ ഫോട്ടോ ഇലക്ട്രിക് ത്രെഷോൾഡ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, λ0. ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ, ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ λ0 തന്നു.
ലാംഡ 0 മാത്രമേ തന്നിട്ടുള്ളൂ. അതിന് എന്ത് കണ്ടുപിടിക്കാൻ? വർക്ക് ഫംഗ്ഷൻ കാണണം, ഇലക്ട്രോൺ വോൾട്ടിൽ കാണണം. യൂണിറ്റ് ആണ് കേട്ടോ, വർക്ക് ഫംഗ്ഷൻ്റെ യൂണിറ്റ് ആണ് ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ലാംഡ 0 ആണ് ത്രഷോൾഡ് ഫ്രീക്വൻസി 6800 ആംസ്ട്രങ് എന്നാണ് പറയുക. ഈ ആംസ്ട്രങ്ങിനെ മീറ്ററിലേക്ക് നിങ്ങൾ ആദ്യം മാറ്റണം, അതേ ഇൻറ്റു 10⁻⁻10 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ലാംഡ 0 തന്നു, ത്രഷോൾഡ് വേവ് ലെങ്ത് തന്നു, ഇതേ ഇൻറ്റു 10⁻⁻10 ചെയ്ത് മീറ്ററിലേക്ക് ആദ്യം മാറ്റുക. ആംസ്ട്രങ്ങിനെ മീറ്ററിലേക്ക് ആക്കാൻ ഇൻറ്റു 10⁻⁻10. എന്നിട്ട് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എനർജി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എനർജി അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ ആണ്. വർക്ക് ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈ എന്ന് പറഞ്ഞാൽ എനർജി തന്നെയാണ്, hc/λ0 ആണ് ഇക്വേഷൻ കേട്ടോ. അറിഞ്ഞിരിക്കുക. എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താ? hc/λ E=mc² എന്നുണ്ട്. അത് മാസൊക്കെ തന്നാലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലാംഡ 0 തന്നാൽ hc/λ0. എച്ചിൻ്റെ വാല്യൂ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, അല്ലെങ്കിൽ പഠിക്കണം. 6.6 × 10⁻34. ഇനി cc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു ഓൾറെഡി, ബൈ ഹാർട്ട് പഠിക്കണം. 3 × 10⁸ ആണ്. ലാംഡ 0 ഒന്നും അതിട്ട് കൊടുക്കുക, ഇതൊക്കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇലക്ട്രോണിൻ്റെ ആ ഒരു വർക്ക് ഫംഗ്ഷൻ എനർജിയുടെ വാല്യൂ കേട്ടോ. അടുത്തത് ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ഫോർവേഡ് ബയാസ്ഡ്. ഫോർവേഡ് ബയാസിൻ്റെ ഫിഗർ എന്താ വരിക? ഇത് ഒരു ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക്, നെഗറ്റീവിലേക്ക്. ഇങ്ങനെയാണെങ്കിൽ ഇത് ഫോർവേഡ് ബയാസ് എന്നാണ് പറയുക. നേരെ ഓപ്പോസിറ്റ് വന്നാലോ? പോസിറ്റീവ് നെഗറ്റീവ്, ഇത് പി സൈഡ്, ഇത് എൻ സൈഡാണ്. അപ്പോൾ പോസിറ്റീവിലേക്ക്, ഇതാ പി പോസിറ്റീവിലേക്ക്, എന്നിലേക്കാണെങ്കിൽ ഫോർവേഡ്. നേരെ ഓപ്പോസിറ്റ് വരിക, ഇങ്ങനെ വരിക. ഇങ്ങനെയല്ല, ഞാൻ വരച്ചത് തെറ്റി. ഇതാ ഇങ്ങനെ വരിക കേട്ടോ. ഇങ്ങനെ വന്നാൽ അത് റിവേഴ്സാണ്. എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് ഇത് പി സൈഡ്, ഈ ഭാഗം പി സൈഡ്, ഇത് എൻ സൈഡാണ്. പോസിറ്റീവ് എന്നിലേക്ക്, നെഗറ്റീവ് പിയിലേക്കാണെങ്കിൽ റിവേഴ്സ് ബയാസ്. ചോദിക്കാം. ഫസ്റ്റായിട്ട് നിങ്ങൾ ഡിഫൈൻഡ് വർക്ക് ഫംഗ്ഷൻ എന്നുള്ള ഡെഫിനേഷൻ കൂടി പഠിക്കുക. എമൗണ്ട് ഓഫ് എനർജിയാണ്. വർക്ക് ഫംഗ്ഷനൊക്കെ കാണാൻ പറഞ്ഞാൽ ഫൈ ആണ് കാണാൻ പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാം? നിങ്ങൾക്ക് എനർജി തന്നെയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ hc/λ0 യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ hν0 യൂസ് ചെയ്യാം. ഇതെല്ലാം വർക്ക് ഫംഗ്ഷൻ്റെ ഇക്വേഷൻസ് ആണ്. എനർജി റിക്വയർഡ് ഫോർ ഇലക്ട്രോൺ ടു ജസ്റ്റ് എസ്കേപ്പ് ഫ്രം എ മെറ്റൽ സർഫസ്, അല്ലെങ്കിൽ റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ്. ഒരു മെറ്റൽ സർഫേസിൽ നിന്ന് പുറത്തേക്ക് എടുത്തു മാറ്റാൻ വേണ്ട എനർജി. അപ്പോൾ ഇതൊക്കെയാണ് ഡുവൽ നേച്ചർ, ആറ്റം, ന്യൂക്ലിയയിലൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസും കാര്യങ്ങളായിട്ടൊക്കെ കാണാം. നമുക്ക് അടുത്ത പരീക്ഷകളിലൊക്കെ ഇതേപോലെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. സോ എല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.